ഞാൻ ഇന്നലെ നൈറ്റായിരുന്നു. അപ്പത്തേക്കും രാത്രി ഇരുന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ കുഴപ്പത്തിനെ പറ്റി. എനിക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ചു. ഒരിക്കലും വല്ല ഭയാനകമായ കുറച്ച് ദിവസങ്ങളാണ് എൻ്റെ മനസ്സിൽ കടന്നുപോയത്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ചേച്ചി എന്നേക്കാൾ 6 വയസ്സ് മൂത്തായുണ്ട്. ചേച്ചിക്ക് ചില കാര്യങ്ങളൊക്കെ സ്കൂളും കഴിഞ്ഞ് കോളേജിലൊക്കെ പോയി. പിന്നെ മിച്ചം കിടക്കുന്നത് ഞാനും കുഞ്ചാച്ചിനുമാണല്ലോ. അപ്പം ചില ദിവസം ഞങ്ങൾ ചക്കര അടയുവാണെങ്കിൽ ചില ദിവസം ഞങ്ങൾ കീരിയും പാമ്പുമാണ്. അപ്പം ചക്കര അടയുമായിട്ടിരിക്കുന്ന ദിവസം അമ്മ രാവിലെ 5 മണിക്കോ 4 മണിക്കോ 4:30 ഒക്കെ പഠിക്കാൻ നമ്മളെ വിളിച്ചിട്ട് അമ്മ പോയി കിടന്നുറങ്ങും, അല്ലെങ്കിൽ അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ളപ്പം ചക്കര അടയായിട്ടിരിക്കുന്ന ദിവസം ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാനും കുഞ്ചാച്ചനും വീട്ടുകാരറിയാതെ റെസ്റ്റ് എടുക്കും. അതായത് 15 മിനിറ്റ് കുഞ്ചാച്ചിൻ്റെ ഉറക്ക് ഞാൻ അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് നമ്മൾ ഉറക്ക് വായിച്ച് പഠിക്കുന്നല്ലോ, സൗണ്ട് വെള്ളിയിലോട്ട് വിടും. അപ്പം അമ്മ ഉറക്കം നമ്മൾ തകർത്ത് പഠിക്കുവാന്ന്. പിന്നെ 15 മിനിറ്റ് ഞാൻ ഉറങ്ങും. അപ്പോൾ കുഞ്ചാച്ചൻ വാച്ച് ചെയ്യും. ഉടക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കുഞ്ചാച്ച കീരിയല്ല കിക്കീരിയ തേക്കും. നല്ല ഒന്നാന്തരമായിട്ട് നമ്മളെ തേക്കും. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല തേക്കുമെന്ന്, തേച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ദിവസം ഉടക്കിയിരുന്ന സമയത്ത് ഈ കുഞ്ചാച്ചൻ കാണിച്ച പരിപാടി എന്നാണെന്നറിയാവോ? ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങി ശീലിച്ചതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരുമല്ലോ, താർത്തിപ്പറ്റാവും. അപ്പം ഞാനാണെങ്കിൽ മടിയിൽ ബുക്കും വെച്ച് ശമ്പളം പറഞ്ഞ് കട്ടിൻ്റെ ഒരു മൂലയ്ക്കിരുന്നിട്ട് അല്ല മാന്യമായിട്ടിരുന്ന് ഉറങ്ങുവാണേ. ഉറങ്ങി ഞാൻ തൂങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ മുഖം ചെന്ന് ഏതാണ്ട് മുട്ടിയപ്പോഴത്തേക്കും എന്തുവന്നറിയോ? ആ സമയത്ത് ആ സാമദ്രോഹിയുടെ കയ്യിൽ കത്തഫോണാണ്, ക്യാമറ ഉള്ള ഫോൺ. പക്ഷേ ആ ക്യാമറ വെച്ച് ഡിഫറെൻ്റ് ആംഗിളിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഏതാ അതിന്ന് ഞാൻ വായും തുറന്നു ഉറങ്ങുന്നതിൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അമ്മയെ കാണിക്കാൻ അങ്ങനെ കൊണ്ട് കാണിച്ചു. അമ്മയുടെ എനിക്ക് കണക്കിന് കിട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ തൊട്ട് ഉല്ലാവ് സോഫായ വന്നിരുന്ന് പഠിച്ചാൽ മതിയെന്നും. അത് അതിനേക്കാളും വലിയ ചതി എന്താണെന്നറിയോ? അമ്മ നമ്മളെ 4:30ക്കും 5-നും ഒക്കെ വിളിക്കും പഠിക്കാൻ. കുഞ്ചാച്ചൻ നല്ല സുഖമായിട്ട് റൂം അടച്ചിട്ട് റൂമിൻ്റെ അകത്ത് പഠിക്കുക എന്ന് പറഞ്ഞ് ഞാനൊരു തുടങ്ങിയോലെ ഉറങ്ങും. ഞാൻ അമ്മയുടെ കൂടെ തിരിഞ്ഞ സോഫയിൽ എല്ലാം പോട്ടെ, നമ്മളൊന്ന് എന്നാ പഠിച്ചേക്കാം എന്ന് വെച്ച് ഒരു സെൻറ്റൻസ് വായിക്കുമ്പം അമ്മ നമ്മുടെ ഫ്രണ്ടിലത്തെ സോഫായിൽ കിടന്നുണ്ടല്ലോ, കൂർക്കം വലിച്ച് നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങും. അപ്പം നമുക്കൊരു തന്നെ ഒരു തോന്നൽ വരത്തില്ലയോ ഉറങ്ങണമെന്ന്. അങ്ങനെ തോന്നി നമ്മളെങ്ങാനും ഒന്ന് തൂങ്ങി ഇരിക്കുമ്പോഴാണ് അമ്മ എൻ്റെ ഗതികേടിന് കണ്ണ് തുറക്കുന്നെങ്കിൽ അപ്പം തന്നെ ഒരു അടി ഉറപ്പാണ്. ഈ ഉറക്കപ്പിച്ച നമ്മളിരിക്കുമ്പോൾ നമുക്ക് അടി കിട്ടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ലല്ലോ. സ്കൂൾ കാലഘട്ടത്തിൽ ഉറക്കം പോയതാ. ചെടി കയറ്റമല്ലേ, ഉറക്കം എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല.